morning, sir. അപ്പോൾ എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ട്രിഗണോമെട്രി കണ്ടിന്യൂ ചെയ്യാണ്. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പ്രോബ്ലംസും എല്ലാം കൃത്യമായി 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം എഴുതി പഠിക്കണമെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു. ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ക്ലാസ് ആണത്. അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ 2 or 3 ടൈംസ് എഴുതി പഠിച്ചിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്താൽ മുന്നോട്ട് പോവാണ്. ചോദ്യം ട്രിഗണോമെട്രിയുടെയൊക്കെ ചോദ്യം കൃത്യമായിട്ട് ചോദിക്കും. അതൊക്കെ കൃത്യമായിട്ട് പറയണം. ഇടയിലിടയിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. എഴുതിക്കോട്ടോ. Prove that cos 4x plus cos 4x plus cos 3x plus cos 2x divided by sin 4x plus sin 3x plus sin 3x plus sin 2x equal to sin 2x equal to cot 3x. ശ്രദ്ധിക്കാം. Prove that cos 4x plus cos 3x plus cos 2x divided by sin 4x plus sin 3x plus sin 2x equal to cot 3x എന്നാണ് നിങ്ങളുടെ ചോദ്യം. ഹയർ സെക്കൻഡറി എക്സാമിനേഷന് വന്ന ചോദ്യമാണ് ഇത്. സൈഡിൽ നിങ്ങൾക്ക് എഴുതാം ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ എന്ന് എഴുതാം. ഇതിന്റെ തുടക്കം ഞാൻ പറഞ്ഞു തരാം. ബാക്കി 2 മിനിറ്റിൽ ഇരുന്ന് നിങ്ങൾ തന്നെ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, cos 4x plus cos 3x plus cos 2x divided by sin 4x plus sin 3x plus sin 2x equal to cot 3x എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. അപ്പൊ അവരെ നമ്മൾ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കി 2 പേരെയും ഗ്രൂപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കാം. ഇങ്ങനെയാക്കി ഞാൻ ഇതിനെ LHS equal to cos 4x plus cos 2x cos 4x plus cos 2x plus cos 3x division sin 4x plus sin 2x plus sin 3x. അപ്പൊ ഇവിടെ cos x plus cos y യുടെയും sin x plus sin y യുടെയും റിസൾട്ട് ആക്റ്റീവ് ആക്കാം. ബാക്കി ഞാൻ പറഞ്ഞു തരാം, തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? Clear ആണ് സർ. സഡൻ ആയിരിക്കണം നിങ്ങളുടെ മറുപടികൾ. പെട്ടെന്ന് ആലോചിച്ചിരിക്കുന്നു വേണ്ട. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഇതിൽ cos 3x തന്നെ ഔട്ട് സൈഡിലേക്ക് എടുക്കണമെന്ന് നിർബന്ധമില്ല. കണക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. ആരോ കൈ ഉയർത്തിണ്ടല്ലോ. ആരാണ് ആ കൈ ഉയർത്തിയ ആള്? ഓക്കെ, നിങ്ങൾ തുടരും. ഓക്കെ, ഗുഡ്. റിസൾട്ട് ആക്റ്റീവ് ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, റിസൾട്ട് ആക്റ്റീവ് ആക്കുമ്പോൾ cos x plus cos y എന്നുള്ള റിസൾട്ട് ആക്റ്റീവ് ആക്കുമ്പോൾ 2 cos x plus y by 2 2 cos 4x plus 2x by 2 6x by അവിടെ 3x എന്ന് എഴുതി. 2 cos 3x എന്നും cos x എന്നും പ്ലസ് cos 3x divided by sin x plus sin y യുടെ ഫോർമുല ആക്റ്റീവ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2 sin 3x സാറിന്റെ മൈക്ക് മ്യൂട്ട് ആയിട്ടുണ്ട്. സാർ ഇപ്പൊ പറയുന്നൊന്നും കേൾക്കണം. സാർ പറയുന്നത് കേൾക്കുന്നില്ല. cos 3x ധാരം മ്യൂട്ടായി. ഞാൻ മ്യൂട്ടാക്കിയതല്ല. cos 3x ഔട്ട്സൈഡിൽ പോകും. cos 3x ഔട്ട്സൈഡിൽ പോകും. അപ്പൊ 2 cos x plus 1 divided by അവിടെ sin 3x ഔട്ട്സൈഡിൽ പോകും. ഇത് റിസൾട്ട് ആയിട്ട് ഇനി നമുക്ക് കഥ പറയാൻ സമയമില്ല. കാരണം ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. cos x plus cos y. ഇനി ഇത് എങ്ങനെ കിട്ടിയെന്ന് നമ്മളോട് ചോദിക്കരുത്. cos x plus cos y, sin x plus sin y ഞാൻ പറഞ്ഞു റിസൾട്ട് ആണ്. അവിടെ sin 3x ഔട്ട്സൈഡിലേക്ക് എടുക്കും. sin 3x ഔട്ട്സൈഡ് 2 cos x plus 1 എന്ന് കിട്ടും. അപ്പൊ 2 cos x plus 1 2 cos x plus 1 ക്യാൻസൽ. cos 3x by sin 3x എന്ന് പറഞ്ഞാൽ cot 3x എന്നുള്ള ആൻസർ കിട്ടി. അപ്പൊ LHS എടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ RHS ആണ്. LHS equal to RHS. നിങ്ങൾക്ക് ആൻസർ ലഭ്യമായി. Hence the proof. Hence the LHS equal to RHS. Hence the proof എന്നുള്ള ആൻസർ ആണ് നിങ്ങൾക്ക് ലഭ്യമായി. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആണ് സർ. വേഗത്തിൽ എഴുതിയെടുക്കാം കേട്ടോ. വേഗത്തിൽ എഴുതിയെടുക്കാം. എഴുതി കഴിഞ്ഞോ? മറുപടി ഞാൻ പറഞ്ഞു. ആരെങ്കിലും ഒരാൾ മറുപടി പറയണമെന്ന്. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ഇല്ല സാർ, കഴിഞ്ഞല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കഴിഞ്ഞല്ല. അശ്വിൻ പ്രദീപിന് ഇത് മനസ്സിലായോ?
വേഗം എഴുതിയെടുക്കും മോനെ. നീരജ്, റോസിയോ, മനസ്സിലായി സാർ. യെസ് സർ. ക്ലിയർ? ക്ലിയർ ആണ് സർ. നിങ്ങള് പല കുട്ടികളും വീഡിയോ ഓൺ ആക്കുന്നില്ല കേട്ടോ. ഡാറ്റ അത് ഇത് എന്നൊക്കെയാണ്. വൈഫൈ ഉള്ള ആളുകൾ ഇതിനകത്തുണ്ട്, അവരെങ്കിലും ഒന്ന് ഓൺ ആക്കും. ഞാനിനി പറയില്ല, നമ്മളിപ്പോ എല്ലാ ബാച്ചിലും ഇങ്ങനെ പറയുന്നു, പല കുട്ടികളോടും പറയുന്നു, അവരനുസരിക്കില്ല. നമുക്കത് പിന്നീട് ഒരു വിഷമമാണ്. മനസ്സിലായി. ഡാറ്റ പ്രശ്നങ്ങളായിരിക്കും. അന്ന് കുറച്ചു നേരമെങ്കിലും ഓൺ ആക്കാം. കുറച്ച് പറയൂ. ക്ലാസിന്റെ എണ്ണം കൂടി. എന്താ? സ്കൂളിലത്തെ ക്ലാസിന്റെ എണ്ണം കൂടി. അപ്പൊ ഇവിടെയും ഞാനും മനുഷ്യൻ തന്നെയല്ലേ. അപ്പൊ കുറച്ചു നേരമെങ്കിലും നിങ്ങൾക്ക് ഓൺ ആക്കാലോ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കത് നിർബന്ധമാണ്. നിങ്ങളെ ഒന്ന് കാണുക, കുറച്ചാളുകളെങ്കിലും ഒന്ന് കാണുക. അപ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു സന്തോഷം വളരെ വലുതല്ലേ. അപ്പൊ ഞാനെപ്പോഴും നമ്മൾ അങ്ങനെ ശീലിച്ചത് കൊണ്ടുള്ള ഒരു കുഴപ്പമാണ്. അപ്പൊ ഞാൻ പറയുന്നില്ല എല്ലാവരും ഓണാക്കാൻ പറയുന്നില്ലോ. നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്? എല്ലാ കുട്ടികളും അങ്ങ് ഓഫാക്കും. ഒരാളെങ്ങാനും ഓണാക്കിയിട്ടുണ്ടാവും. അപ്പൊ കുറച്ചു നേരമൊക്കെ ഓണാക്കിയിടാം. അപ്പൊ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Prove that cos 4x equal to 1 minus 8 sin square x cos square x. 1 minus 8 sin square x cos square x. Cos 4x equal to 1 minus 8 sin square x cos square x എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. കോസ് 2x ന്റെ ഒരു ഫോർമുല ഇവിടെ എടുക്കാം. cos 2x equal to 1 minus 2 sin square x. 1 minus 2 sin square x. അപ്പൊ ഇവിടെ അത് പ്രകാരം നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ 2 വന്നപ്പോ ഇവിടെ sin square x എന്നാണ് വന്നേക്കുന്നത്. sin square x അത് പ്രകാരം നമുക്ക് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. cos 4x equal to 1 minus 8 sin square x cos square x. cos 4x equal to 1 minus 8 sin square x cos square x. cos 4x equal to. ഇതിൽ പുതിയ കുട്ടികള് ഷഹീദ എന്ന് പറഞ്ഞൊരു കുട്ടിയല്ലേ? പുതിയ കുട്ടിയുടെ പേരെന്താണ്? പുതിയ ആളുടെ പേര്? പുതിയ കുട്ടികളായാലും പഴയ കുട്ടികളായാലും ഒരു കാര്യം മനസ്സിലാക്കാം. റിവിഷൻ എന്ന് പറഞ്ഞിട്ട് മാക്സിമം പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. മാക്സിമം ആണ്. ഒന്നോ രണ്ടോ പ്രോബ്ലം അല്ല ചെയ്യുന്നത്, മാക്സിമം പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. അതേ ആർജവത്തോടു കൂടി എന്നോട് സംസാരിക്കുകയും നിങ്ങൾ എഴുതി പഠിക്കുകയും ചെയ്യണം. ഓക്കെ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. ഇതിനകത്ത് 93 പേരാണ് കാണിക്കുന്നത്. 5 പേര് 3 പേരാണ് സംസാരിക്കുന്നത്. ബാക്കി ആളുകള് എന്ത് ചോദിച്ചാലും ഒരു മറുപടിയുമില്ല. മെജോ ജോസഫ്, ആവണി, മീനാക്ഷി സുധീഷ്, ആദിനന്ദ. അല്ല, ഞാൻ പറയുന്നത് കേൾക്കണ്ടോന്ന് അറിയാൻ വേണ്ടി മോനെ വിളിച്ചതാട്ടോ. റോസിയോ? ഓക്കെയാണ് സർ. cos 4x equal to 1 minus 8 sin square x cos square x. അപ്പൊ ഇവിടെ LHS equal to എടുക്കാം. LHS equal to cos 4x എന്ന് പറയുന്നത് 1 minus ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 1 ആണ്. 1 minus 2 sin square 2x. 1 minus 2 sin square 2x അതായത് 1 minus 2 sin 2x whole square. sin 2x whole square. sin 2x ന് വളരെ വേണ്ടപ്പെട്ട ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. sin 2x equal to അലീന PV, sin 2x equal to 2 sin x cos x. 2 sin x cos x ആണ്. ശരി ഉത്തരമാണ്. 2 sin x cos x. 2 sin x cos x ആണ്. 1 minus 2 sin 2x ന് 2 sin x cos x whole square. 1 minus 2 into 2 into square 4 sin square x cos square x. Your answer is 1 minus 8 sin square x cos square x.
LHS equal to എന്ന് കിട്ടിയപ്പോൾ LHS equal to RHS, hence LHS equal to RHS, hence the proof. LHS equal to RHS, LHS equal to RHS, hence for LHS equal to cos 4x. Cos 4x എന്ന് പറഞ്ഞാല് 1 minus 2 sin square 2x. 1 minus 2 into sin square 2x എന്ന് പറഞ്ഞാൽ sin 2x whole square. 1 minus 2 into sin 2x becomes 2 sin x cos x. 2 sin x cos x. അപ്പോൾ 1 minus 2 into 4 sin square x cos square x. 1 minus 8 sin square x cos square x. അപ്പൊ ഒന്ന് വായിച്ചോളൂ. അടുത്ത ചോദ്യം ഇപ്പൊ റെഡിയാക്കുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. സാർ ഒരു മിനിറ്റ്. ഇത് ഓക്കെ അല്ലേ? ഓക്കെ സാർ. Prove that cos 6x equal to 32 cos raised to 6x 32 cos raised to 6x minus 48 cos raised to 4x 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos square x minus 1. Prove that cos 6x equal to 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos square x minus 1. Then your answer is, ഞാൻ ഒരു ഫോർമുല എഴുതിടാം, ബാക്കി തന്നെ ചെയ്യണം. cos 2x 2 cos square x minus 1. cos 2x 2 cos square x minus 1. തന്നെ ഒന്ന് ചെയ്യാം. cos 2x equal to 2 cos square x minus 1. സന ഫാത്തിമ, കഴിഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ക്ലിയർ അല്ലേ? സന ക്ലിയർ ആണ് സർ. പ്രജീഷ് കെ പി, പ്രജീഷ് ഹരിശങ്കർ എസ് നായർ ക്ലിയറാ സാർ. ഓക്കെ. ഇന്ന് നീ റൂം മാറിയാണോ ഇരിക്കണ? വേറെ ഏതെങ്കിലും റൂമിലാണല്ലോ വന്നിരിക്കുന്നത്? ഭയങ്കര വെട്ടമുണ്ടല്ലോ റൂമിന്. അല്ല, ഇത് ആ റൂം തന്നെ. ഞാൻ ഇന്നലൊക്കെ ട്യൂബ് ഇട്ടുണ്ടായിരുന്നേ, ഇന്നലെ ട്യൂബ് അടിച്ചു പോയി. അല്ല, ആ റൂമിൽ തന്നെയാ സാറേ ഇന്നലെ ട്യൂബ് ആയിട്ടുണ്ടായിരുന്നേ, ഇന്ന് ട്യൂബ് അടിച്ചു പോയി. അത് കാരണം മറ്റേ ബൾബ് ആയിക്കോട്ടെ. ആദ്യമായിട്ടാണ് നിന്നെ ഇത്ര വെട്ടത്തിൽ കാണുന്നത് കേട്ടോ. റോസിയോ ഓക്കെ ആണ്? സാർ ഓക്കെ. വിഷ്ണുപ്രിയ, ഗൗരി ഓക്കെയാണ് സാർ. സാന്ദ്ര ജോസ്, അപർണ യു ഓക്കെയാണ് സാർ. നാദിയ നദീഫ് സാർ. നവ്യ ഓക്കെയാണ് സാർ. നവ്യ കെ ബി ഓക്കെ. നയന ഓക്കെ. ഇവിടെ cos 2x equal to 2 cos square x minus 1. ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസറിലേക്ക് പോവാം. cos 6x equal to LHS equal to cos 6x എന്ന് പറയുന്നത് 2 cos square 3x എന്ന് വരും. ഇവിടെ 6 വരും, അപ്പോൾ ഇവിടെ 3 വരും. ഇവിടെ 2 വന്നപ്പോൾ 1 ആണ്. അപ്പൊ 2 cos square 3x minus 1. 2 cos square 3x-നെ cos 3x whole square minus 1 എന്ന് എഴുതും. cos square 3x becomes cos 3x also. 2 into cos 3x എന്ന് പറഞ്ഞാൽ 4 cos cube x minus 3 cos x whole square minus 1. 2 into cos 3x എന്ന് പറയുന്നത് 4 cos cube x minus 3 cos x whole square minus 1. With the expansion 2 into a square 16 cos raised to 6x a square minus 2ab plus b square minus 2ab 2 into 4 8 24 cos cube x cos raised to 4x plus 9 cos square x minus 1 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടിയത്.
ആൻസറിലേക്ക് കിടക്കാം. a minus b whole square expansion. a minus b whole square, a square, for 16 cos raised to 6x minus 2ab minus 24 cos raised to 4x plus 9 cos square x minus 1. Open the bracket. 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos square x minus 1. എഴുതാം LHS equal to RHS. LHS equal to RHS, hence the proof. LHS equal to RHS, hence the proof എന്ന് എഴുതിയിരിക്കുന്നു. LHS equal to RHS, hence the proof. LHS equal to RHS. അവിടെ ആ റിസൾട്ടുകളൊന്ന് അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു സാമാന്യമായിട്ടുള്ള റിസൾട്ടിനെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും. a minus b whole square അവിടെ എക്സ്പാൻഷൻ കൃത്യമായിട്ട് ഞാൻ രേഖപ്പെടുത്തി. ഓക്കെ അല്ലേ അമൽ മണികണ്ഠൻ? ഓക്കെ ആണ് സർ. മറ്റു കുട്ടികൾ ഒന്ന് മറുപടി നൽകാം. എഴുതി കഴിഞ്ഞോ മക്കളെ? ഓക്കെ, അടുത്ത പ്രോബ്ലത്തിന് റെഡി ആവാ. അടുത്ത പ്രോബ്ലം പറയാം. 1-2 കുട്ടികളുടെ കഴിയാത്തത് കൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. റെഡി അല്ലേ? എഴുതിക്കോളൂ. സ്പീഡിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം, തന്നെ ചെയ്യാൻ നോക്കണം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 1 sin 75 degree. Sin 75 degree. Question number 2 tan 15 degree. Do it yourself. ഞാൻ ഒന്നും പറഞ്ഞു തരുന്നില്ല, തന്നെ ചെയ്യാം. Find the value of sin 75 degree, tan 15 degree. ട്രൈ ചെയ്യാം. വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ എല്ലാവരെയും കാണാമായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തോളൂ. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. 2 മിനിറ്റ് എല്ലാവരും ചെയ്തോളൂ. എങ്ങനെയായിരിക്കാം ഇത് ചെയ്യാം? ദൃശ്യ മോളെ പറഞ്ഞോ. ദൃശ്യമിണ്ടുന്നില്ല. മെസ്സേജ് എങ്കിലും അയക്കണം കേട്ടോ. ആദിൽ കൃഷ്ണ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുക? ആദിൽ കൃഷ്ണ, വെരി ഗുഡ്. എല്ലാം നന്നായി പറയുന്നത് കൊണ്ട് വളരെ സന്തോഷം. ആദിനന്ദ MR, ആദിനന്ദ മോളെ ഇതെങ്ങനെ ചെയ്യാം മോളെ? sin 75 tan 15 60 plus sin 60 plus sin 75 എങ്ങനെ ചെയ്യും മോള്? sin 75 അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 60 plus 50 sin 60 plus sin 50 degree എന്നിട്ട് ഇക്വേഷൻ sin x plus sin y ല്. ഓക്കെ അഹമ്മദ് യാസിൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. sin 30 plus 45. ഓക്കെ, മെടുക്കൻ ശരിയായ ഉത്തരം ആണ്. കൈകാര്യം ചെയ്യുന്നത് sin 75 എന്ന് പറയുന്നത് sin 45 plus 30. നമ്മുടെ ഹെൽപ്പിംഗ് ആംഗിൾസ് നമ്മളിവിടെ ഉപയോഗിക്കുന്നു. ഹെൽപ്പിംഗ് ആംഗിൾസ് ആണ് 0, 30, 45, 60 ഒക്കെ ഹെൽപ്പിംഗ് ആംഗിൾ ആണ്. എന്നിട്ട് ചുമ്മാ ഫോർമുല ആക്റ്റീവ് ആക്കിയാണ്. sin 45 cos 30 plus cos 45 sin 30. ആ റിസൾട്ട് ചുമ്മാ ആക്റ്റീവ് ആക്കിയാൽ നമ്മുടെ ആൻസർ എങ്ങനെ പോകും? sin 45 നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, 1/√2. അത് പഠിക്കാത്ത ആളുകൾക്ക് ഈ ആൻസർ ലഭ്യമല്ല. sin 45 cos 30 എന്ന് പറഞ്ഞാൽ അറിയാം, √3/2 ആണ്. √3/2 cos 45 1/√2. sin 30 നമുക്ക് നല്ല നിശ്ചയമുണ്ട്, 1/2 ആണ് sin 30. ഡിനോമിനേറ്റർ സെയിം ആണ്. √3 plus 1/2 √3 plus 1/2 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ മനസ്സിനകത്ത് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. sin 75 degree becomes √3 plus 1/2 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. അശ്വിൻ പ്രദീപ്, ക്ലിയർ? അതേഴ്സ് മറ്റു കുട്ടികൾ ക്ലിയർ ആണ് സർ. ഓക്കെ, ഗുഡ്. ക്ലിയർ ആണ് സാർ. ഷിഫാന? ക്ലിയർ ആണ് സർ.
ഓക്കെ ഗുഡ്. അടുത്ത ചോദ്യം ഹെൽപ്പിംഗ് ആംഗിൾ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ നോക്കിക്കോളൂ. ഹെൽപ്പിംഗ് ആംഗിൾ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ നോക്കാം. ശ്രദ്ധിക്കാം, tan 15 ഡിഗ്രി എന്നാണ്. tan 15 ഡിഗ്രി, tan 15 ഡിഗ്രി. അപ്പൊ വരുന്നത് രണ്ടാമത്തെ tan 15 ഡിഗ്രി എന്ന് പറയുന്നത് tan എന്തായിരിക്കാം ആവണി ടി എ 60 minus 45. ആവണി Tan 60 minus 45. tan 45 minus 30. 45 നിന്നും 30 ഹെൽപ്പിംഗ് ആംഗിൾ എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് സംസാരത്തിൽ ഉണ്ടായിരുന്നു. എന്റെ സംസാരത്തിൽ വളരെ വ്യക്തത ഉണ്ടായിരുന്നു. ഹെൽപ്പിംഗ് ആംഗിൾ നമ്മളെ ഇവിടെ തീർച്ചയായും സഹായിക്കും. ഹെൽപ്പിംഗ് ആംഗിൾസ് എന്ന് പറയുന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. 45 നിന്നും 30, 45 നിന്നും 30 മൈനസ് ആയാൽ 15 ആണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാം. ഗൗതം ആംഗിൾ ക്ലിയർ? tan 45 minus 30 we can use a formula. ഇവിടെയും ഫോർമുല അറിയാത്ത കുട്ടികൾ ബുദ്ധിമുട്ടാവും. tan 45 minus tan 30, tan 45 minus tan 30 divided by 1 plus tan 45 tan 30. 1 plus tan 45 tan 30. tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 minus tan 30. tan 45 1 ആണ്. 1 minus tan 30. tan 30 എന്ന് പറഞ്ഞാൽ 1 by root 3 ആണ്. divided by 1 plus tan 45 1 ആണ്. 1 into 1 by root 3. 1 minus root 3 by 1 plus 1 into 1 by root 3. Then answer is ഇയാൾ ഇങ്ങോട്ട് കയറി വരുന്നു. root 3 minus 1 by root 3 divided by root 3 plus 1 by root 3. root 3 cancel. The answer is root 3 minus 1 by root 3 minus 1 by root 3 plus 1. root 3 minus 1 by root 3 plus 1. root 3 plus 1. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓ ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കുക. ആവശ്യക്കാരെ ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കുക. root 3 minus 1 root 3 plus 1 കോൺജുഗേറ്റ് അറിയാൻ പാടില്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. കോൺജുഗേറ്റ് പ്ലസ് അങ്ങ് മൈനസ് ആവും. root 3 minus 1 root 3 minus 1. Numerator root 3 minus 1 whole square. Denominator a minus b into a plus b root 3 whole square minus 1. ബാക്കി പറയാം എഴുതിയെടുക്കാം. tan 45 1 ആണ്. 1 minus 1 by root 3 1 plus 1 by root 3. root 3 അങ്ങോട്ട് കയറി വരുന്നു. root 3 minus 1 by root 3 by root 3 plus 1 by root 3. root 3 അങ്ങ് ക്യാൻസൽ ആവുന്നു. അപ്പൊ root 3 minus 1 by root 3 plus 1 or conjugate എടുക്കാം. taking conjugates root 3 minus 1 by root 3 minus 1. numerator and denominator. root 3 minus 1 whole square. Your answer is, your final answer is, നിങ്ങൾക്കറിയാം എന്റെ സഹായമില്ലാത്തത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. root 3 minus 1 whole square a square root 3 whole square 3 minus 2 root 3 plus 1 by root 3 whole square 3 minus 1 2. 3 plus 1 4 4 minus 2 root 3 by 2. 4 minus 2 root 3 by 2. 4 minus 2 root 3 by 2 എന്ന് വരുന്നു. ഇവിടെ ഞാൻ 2 ഔട്ട്സൈഡിലേക്ക് എടുത്താൽ 2 minus root 3 by 2. Your final answer is 2 minus root 3. 2 minus root 3 is the final answer. കോൺജുഗേറ്റ് എടുത്ത് ചെയ്യുമ്പോൾ 2 minus root 3 ഒന്നും സംഭവിച്ചിട്ടില്ല. കോൺജുഗേറ്റ് എടുക്കാന്ന് പറഞ്ഞു. root 3 plus 1 ന്റെ കോൺജുഗേറ്റ് root 3 minus 1 ആണ്. മെയിൻ സൈൻ ഉണ്ടാകുന്ന ചേഞ്ചസ്. ന്യൂമറേറ്റർ a minus b whole square, ഡിനോമിനേറ്റർ a square minus b square ആണ്. അവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ സാർ, ക്ലിയർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. റെഡി അല്ലേ? നമുക്ക് ഓക്കെ അല്ലേ? ഓക്കെ ആണ് സാർ. ഓക്കെ സാർ. യെസ്, അടുത്ത ചോദ്യം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പ്രൂവ് ദാറ്റ് cos 5/4 minus x cos 5/4 minus x cos 5/4 minus y cos 5/4 minus x cos 5/4 minus y minus sin 5/4 minus x
sin pi by 4 minus y equal to sin x plus y equal to sin x plus y. Cos pi by 4 minus x, cos pi by 4 minus x, cos pi by 4 minus y, minus sin pi by 4 minus x, sin pi by 4 minus y, equal ആണ് sin x plus y നോട്. Sin x plus y നോട്. Do it. Do it. Okay, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധ്യമാകും? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധ്യമാകും? ചോദിക്കുന്ന ആൾക്കാർ മാത്രം പറയാ. എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും? ഡിയോൺ ഡേവിസ്, ദേവദത്ത് CS, ദേവിക മോൾ, ദൃശ്യ MD, ഫാത്തിമ PS. എന്താണ് ചോദ്യം ചോദിക്കുമ്പോ സംസാരിക്കാൻ ഡിലേ, ഭയങ്കര ഒരുപാട് ഗ്യാപ്പ് വരുന്നത് എന്തുകൊണ്ടാണ് ഫാത്തിമ? ഭയങ്കര ഗ്യാപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് റിയാക്ഷൻ ഇല്ലാത്ത എന്താ? അത് പെട്ടെന്ന് മൈക്ക് ഓൺ ആക്കുമ്പോ നേരം വൈകണം. ഓക്കെ, ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധ്യമാകും? ഫാത്തിമ PS. ഓക്കെ, ഫൗസിയ പാത്തു, ഫിദ ഫാത്തിമ, ഗൗരി കൃഷ്ണ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും? ഞാൻ നോക്കിയിട്ടില്ല. എന്താ പറ്റിയ നോക്കാൻ? ഞാൻ ചെയ്യാനായിട്ട് നോക്കായിരുന്നു. ഓക്കെ, റിസൾട്ട് എല്ലാം പഠിച്ചിട്ടുണ്ടോ? എനിക്ക് ചോദ്യം ചോദിച്ച് സമയം കളയാമായിരുന്നു. ഞാനൊരു 7:30 വരെയൊക്കെ ചോദ്യം ചോദിക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷെ ഈ പോർഷൻ ഒന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എനിക്ക് നിങ്ങളോട് ഈ പ്രോബ്ലം ഇന്ന് ചോദ്യം ചോദിച്ച് 6:30 നമ്മൾ ക്ലാസ് തുടങ്ങിയതാണ്. 7:30 വരെ എനിക്ക് ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് ഇമ്പോസിഷൻ തരാൻ പറ്റും. ഞാൻ ഈ ചാപ്റ്റർ കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇമ്പോസിഷനിൽ കാര്യമില്ല. അവനവനെ പഠിക്കാനായിട്ട് റെഡിയാക്കാൻ സാധിക്കണം. അല്ലാതെ ഞാൻ കയറിയിട്ട് നിർബന്ധിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. നിർബന്ധിക്കേണ്ട കാര്യം കഴിഞ്ഞു. ഓരോ കുട്ടികളെയും നിർബന്ധിക്കേണ്ട കാര്യമൊക്കെ കഴിഞ്ഞു. ഈ സെപ്റ്റംബർ മാസം എക്സാം നടക്കുന്ന ഒരു കുട്ടിയുടെ പിന്നാലെ നടക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അവനവന് ബോധം, അതായത് പഠിക്കുന്നതിനെ കുറിച്ച് യാതൊരു ബോധവും വന്നില്ല എങ്കിൽ പിന്നെ ഇനി എന്ന് വരാനാണ് ബോധം വരാൻ? അപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, എപ്പോഴും പഠിക്കേ എന്ന് പറയുന്നതിന് പകരം സ്വയം മനസ്സിലാക്കി പക്വതയോടുകൂടി അതിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് നല്ല വിജയമുണ്ടാകും. അല്ലാതെ നമ്മൾ ചോദ്യം ചോദിക്കുന്നു, എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും പൊസിഷൻ തരുന്നതിന് ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ രീതി എന്ന് പറയുന്നത് ഒരു നിർബന്ധിക്കുന്ന ഒരു രീതിയാണ്. ഞാൻ മനസ്സിലാക്കുന്നില്ല. മാത്തമാറ്റിക്സ് ഒക്കെ ഒരു വിദ്യാർത്ഥിയെ, ട്രിഗണോമെട്രിനൊക്കെ പഴയ കാലഘട്ടത്തിൽ, ഈ ന്യൂ ജനറേഷനിലൊന്നും ഒരു കുട്ടിയെ തല്ലി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അവനെ കുറെ ചീത്ത പറയേണ്ട ആവശ്യകതയൊന്നുമില്ല. അവന് കാര്യങ്ങളെ കുറിച്ച് തികച്ച ബോധമുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം, ഒരു തല്ലി പഠിപ്പിക്കേണ്ടതോ ചീത്ത പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക് അല്ല ഇത്. ആസ്വദിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അങ്ങനെ ആസ്വദിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ നമ്മളെ കുറ്റം പറഞ്ഞിട്ടോ മലബാറിന് കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഓൺലൈൻ വിദ്യാഭ്യാസമാണ്, വേറെ മാക്സിമം ചെയ്യാവുന്നതിന്റെ മാക്സിമം ആണ് ചെയ്യുന്നത്. അപ്പോ ഓരോ കുട്ടികളും ഓരോരോ രീതിയിൽ അവർക്ക് ചെയ്യാവുന്ന കോൺട്രിബ്യൂഷൻസ് സ്വയം നൽകി മുന്നേറാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ചോദ്യം ചോദിച്ച് ഓരോരുത്തരോടും ചോദ്യം ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ 8:30 അത്രേ ഉള്ളൂ. അപ്പോ കുറെ കാര്യങ്ങള് നമ്മൾ ചോദ്യം ചോദിക്കില്ല എന്നല്ല പറയുന്നത്, കുറെ കാര്യങ്ങൾ ചോദിക്കും. എല്ലാവരോടും ചിലപ്പോൾ ചോദിച്ചെത്തിന്ന് വരില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക, അവനവനെ കുറിച്ച് നല്ല ബോധത്തില് ഇരിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നീരജ് നിരഞ്ജൻ. സർ, അത് cos x plus y എന്നുള്ള ഫോമിലാണ് ഇവിടെ വരുന്നത്. ശ്രദ്ധിക്കാം, cos x cos y minus sin x sin y ആണ് LCM വരുന്നത്. LHS വരുന്നത് cos x cos y minus sin x sin equal to cos x plus y എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ LHS ഈക്വൽ ടു
cos pi by 4 minus x square cos pi by 4 minus y minus sin pi by 4 minus x square sin pi by 4 minus y. So your answer is cos pi by 4 minus x square cos pi by 4 minus x square plus pi by 4 minus y. Pi by 4 minus y elegity. Your answer is cos pi by 4 and pi by 4 2 pi by 4 pi by 4 pi by 4 2 pi by 4 2 pi by 4 becomes pi by 2 pi by 2 minus x minus y cos pi by 2 minus outside limit x plus y pi by 2 minus x plus y. നമുക്കറിയാം cos 90 minus theta sin theta കോംപ്ലിമെന്ററി ആംഗിൾ ആണ്. അത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, 10th സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നതാണ്. cos 90 minus theta becomes sin theta. Then your answer is sin x plus y. LHS equal to RHS, hence the here is 90 cos 90 minus theta cos 90 minus theta sin theta pi by 4 pi by 4 pi by 4 and pi by 4 2 pi by 4 2 pi by 4 എന്ന് പറയുന്നത് pi by 2 ആണ്. So cos 90 minus x minus y cos pi by 2 minus x plus y cos 90 minus theta sin x plus y. Clear? Clear, sir. Yes, sir. Clear, sir. മറ്റു കുട്ടികൾക്കും പറയാം. ഒരിക്കലും മിണ്ടാത്ത കുറെ കുട്ടികളുണ്ട്, അവർക്ക് സംസാരിക്കാം. ഓക്കെ ആണോ? അൽത്താഫ്, വളരെ സന്തോഷം അൽത്താഫ്, വളരെ വളരെ സന്തോഷം അൽത്താഫ് ഒക്കെ സംസാരിച്ചിട്ട്. ഷിഫാന ക്ലിയർ ആണ് സാർ. ഓക്കെ, ഞാൻ നേരത്തെ എത്ര പ്രാവശ്യം ഷിഫാന ഷിഫാന എന്ന് വിളിച്ചു, അപ്പൊ എന്താ മറുപടി പറയാ ഞാൻ ഷിഫാനെ? സാറ് മനസ്സിലായില്ല സാറ്. ഷിഫാനെ ഞാൻ വിളിച്ചേട്ടാ. സൈൻ എക്സ് പ്ലസ് വൈ സൈൻ എക്സ് പ്ലസ് വൈ. ഇനി രണ്ട് മൂന്ന് പ്രോബ്ലംസ് ഹോംവർക്ക് ചെയ്യണം. എഴുതിയെടുത്തോ, ഹോംവർക്സ് നിർബന്ധമാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. എഴുതിക്കോളൂ, ഹോംവർക്ക് എഴുതിയെടുക്കും. ഹോംവർക്സ് നമ്പർ 1 സൈൻ സ്ക്വയർ 6x sin square 6x minus prove that കേട്ടോ, prove that അതറിയാൻ understood ആണ്. prove that sin square 6x minus sin square 4x sin square 4x equal to sin 2x sin 10x sin 2x sin 10x sin 2x sin 10x sin 2x sin 10x. Prove that cos square 2x minus cos square 2x minus cos square 6x equal to sin 4x sin 8x sin 4x sin 8x sin 4x sin 8x. Then sin x, prove that sin x minus sin y divided by cos x plus cos y equal to tan x minus y by 2 tan x minus y by 2 tan x minus y by 2. Prove that sin x plus sin 3x sin x plus sin 3x divided by cos x plus cos 3x cos x plus cos 3x equal to cos x plus cos 3x equal to tan 2x tan 2x tan 2x tan 2x tan 2x tan 2x. ഇനി എഴുതാം കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സുകൾ എഴുതിയെടുക്കാം. വീണ്ടും സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എന്ന് എഴുതാം. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് 4 പ്രോബ്ലം ഹോംവർക്ക് എഴുതിയെടുക്കാം. എഴുതിയെടുത്തോ മക്കളെ? പഠിക്കാം. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് മാച്ചോട്ടെ, ഞാൻ മാച്ചോട്ടെ, ബോർഡ് മാച്ചോട്ടെ.
സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇതാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. സൈൻ പൈ മൈനസ് എക്സ്. ഈ 180യുടെ പ്രത്യേകത എന്ന് പറയുന്നത് 180 അല്ലെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ASTC ആണ് അല്ലെ, ASTC 0 to 90 ഡിഗ്രി ആണ്, 90 ഡിഗ്രി ടു 180 ഡിഗ്രി ആണ് സെക്കൻഡ് ക്വാഡ്രന്റ്. ക്വാഡ്രന്റ് നമ്പർ 1, ക്വാഡ്രന്റ് നമ്പർ 2, ക്വാഡ്രന്റ് നമ്പർ 3 180 ഡിഗ്രി ടു 270 ഡിഗ്രി ആണ്. Quadrant number 4 is always 270 degree to 360 degree. About 90 to 180. ASTC rule. Quadrant number 1 all trigonometric ratios are positive. Quadrant number 2 sine and cosec are positive. Quadrant number 3 tan and cot are positive. Quadrant number 4 becomes cos and sec are positive. Quadrant number 1 0 to 90, quadrant number 2 90 to 180. Here pi minus x. A pi minus x in pi plus x in result il thanne oru pratyekadayundu. Avare thaneyanu seekarikka. Sin pi minus x 180 minus x, we have to select the second quadrant. Second quadrant pi minus x, second quadrant 90 to 180, below 180. Pi minus x, sin pi minus x, s and s sin ASTC. Sin pi minus x becomes sin x. Cosec pi minus x, cosec x. Other trigonometric ratios are negative. About sin pi minus x, cos pi minus x minus cos x. Then tan pi minus x also same ആണ്. അവരെ തന്നെയാണ് അവർ എടുക്കുക. സെൽഫ് ആണ് കേട്ടോ. Minus tan x is very valuable result. It's very important valuable result. Sin pi minus x. And this is pi plus x. 180 plus quadrant number 3 tan and cot are positive. Tan and cot are positive. Sin pi plus x. Other trigonometric ratios are negative. Cos pi plus x minus cos x. Then tan pi plus x. Tan pi plus x becomes plus the tan x. Tan pi plus x becomes plus the tan x. Tan x. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ കോട്ട് മാത്രമേ പോസിറ്റീവ് ആകുന്നുള്ളൂ, മറ്റാളുകളൊക്കെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ വാല്യുബിൾ ആയിട്ടുള്ള ഈ റിസൾട്ട്സുകൾ നിങ്ങൾ തീർച്ചയായും പഠിക്കുക. നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ അധ്യയന വർഷം നിങ്ങളെ പഠിപ്പിച്ചതാണ് ASTC റൂള്. ASTC റൂള് പറയുന്നു quadrant number 1 all trigonometric ratios are positive. Quadrant number 2 sine and cosec are positive. Other trigonometric ratios are negative. Quadrant number 3 avagashappeduന്നു tan and cot are positive. Other trigonometric ratios are negative. Quadrant number 4 cos and sec are positive. Other trigonometric ratios are negative. Here sin pi minus x becomes sin x. It is the second quadrant. Other trigonometric ratios are negative. Cos pi minus x minus cos x. Tan pi minus x minus tan x. Sin pi plus x minus sin x. Cos pi plus x minus cos x. Tan pi plus x. It is the third quadrant. Tan pi plus x equal to tan x. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാനായിട്ട് സാധ്യമാകണം. അതുവഴി നമുക്ക് പ്രോബ്ലത്തിലേക്കുള്ള ഒരു എൻട്രി അങ്ങനെ കിട്ടും. അപ്പൊ ഒന്ന് പഠിച്ചെടുക്കുക. ഒരു പ്രാവശ്യം കൂടി ഒരു 2 times അതിവേഗത്തിൽ 2 പ്രാവശ്യം എഴുതാം. ഇടയ്ക്ക് വീഡിയോ ഓണാക്കുമ്പോ ഒരു സന്തോഷം. ഇടയ്ക്ക് ഒന്ന് ഓണാക്കുക. ഇടയ്ക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ഓണാക്കൂ. യെസ്, വേഗം പഠിക്കാട്ടോ. എഴുതിയോ? എഴുതാൻ പറഞ്ഞിട്ടോ? ഞാൻ 2 times എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എഴുതിയോ? ഇല്ല സാർ, എഴുതിക്കൊണ്ടിരിക്കുക. ഡൗട്ട്, ഈ cos pi minus x നും cos pi plus x നും സെയിം വാല്യൂ എങ്ങനെയാണ്? cos pi minus x നും cos pi plus x നും സെയിം വാല്യൂ വന്നത് എങ്ങനെയാണ്? cos pi minus x minus cos x minus cos x, it is the second quadrant. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. ക്വാഡ്രന്റ് നമ്പർ 2 സൈൻ ആൻഡ് കൊസീക് ആർ പോസിറ്റീവ്. അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. Sin pi plus x becomes only tan and cot are positive. Other trigonometric ratios are negative. Clear? Clear, sir. It's a general truth. Reading നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. Sin 30 cos 60 ഒക്കെ അത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നല്ലോ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ NCERT ബുക്കിലുണ്ട്. അത് നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ നോട്ട്ബുക്കില്. ഞാൻ ഇനി അതിനെ കുറിച്ച് പറയില്ല. നിങ്ങൾ
അത് നോട്ട്ബുക്കിൽ നിങ്ങൾ അത് പകർത്തിയെടുത്തോളൂ. ആ റീഡിങ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പേജ് നമ്പർ 57 അതിന്റെ റീഡിങ്ങുകളൊക്കെ കിടക്കുന്നുണ്ട്, NCERT ടെക്സ്റ്റ് ബുക്ക്. അത് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെച്ചാൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ. ഓക്കെ ഓക്കെ. പൂജ സുരേഷ് എഴുതി കഴിഞ്ഞോ? പൂജ സുരേഷ് then ആ റീഡിങ്ങുകൾ ഞാൻ പറഞ്ഞു. sin 30 1/2 ആണ്, cos 60 1/2 ആണ്, sin 45 1/√2 ആണ്, cos 45 1/√2 ആണ് എന്നുള്ള ബോധമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായാലാണ് നമുക്ക് ആൻസറിലേക്ക് പോവാനായിട്ട് സാധിക്കുള്ളൂ. പേജ് എങ്ങനെ എഴുതാൻ അതിനടിയിൽ പേജ് നമ്പർ 57 വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പേജ് നമ്പർ 57 നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തിക്കോളൂ കേട്ടോ. പേജ് നമ്പർ 57 NCERT ടെക്സ്റ്റ് ബുക്ക് അതൊന്ന് പഠിച്ചെടുത്തോളൂ. പേജ് നമ്പർ 57. എങ്കിലും എപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് വരേണ്ട കുറച്ച് ആളുകൾ sin 30 എന്ന് പറഞ്ഞാൽ അറിയാം. 30 എന്ന് പറഞ്ഞാൽ π/6 π/6 ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഞാൻ 30 എന്നതാണ്. π/6 180/6 പൈ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് 180 ആണ് അല്ലെ. 30 ഡിഗ്രി എന്ന് പറഞ്ഞാല് π/6 30 ഡിഗ്രി π/6. sin 30 1/2 ആണ്. sin 30 1/2 ആണ്. sin 30 cos 60 ഈക്വൽ ആയിരിക്കും. അത് അറിഞ്ഞിരിക്കണം. cos 60 ഡിഗ്രി becomes π/3 ആണ്. 45 അറിയാലോ നിങ്ങൾക്ക്, π/4 ആയി. 90 നല്ല നിശ്ചയമുണ്ടാവും, π/2 ആണ്. 180 എന്ന് പറഞ്ഞാല് പൈ ആണ്. sin 30 cos 60 എപ്പോഴും തുല്യമായിരിക്കും കേട്ടോ, അത് മനസ്സിനകത്ത് ഉണ്ടാവണം. അതുപോലെ sin 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. √3/2 അതും എപ്പോഴും മനസ്സിനകത്ത് ഉണ്ടാവണം. cos 30 എന്ന് പറഞ്ഞാലും √3/2 ആണ്. cos 30 √3/2. ഇതൊക്കെ എപ്പോഴും ഈക്വലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാകും. sin 45 ഡിഗ്രി 1/2. ഇങ്ങനെ 30 ഡിഗ്രി 60 ഡിഗ്രി ഇങ്ങനെയൊന്നും അല്ല നമ്മൾ കേൾക്കാം. π/6 π/3 അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. cos 45 ഡിഗ്രി ഈക്വൽ ടു 1/√2. tan 45 ഡിഗ്രി tan 45 ഡിഗ്രി ഈക്വൽ ടു 1 tan 45. sin 30 sin 30 sin 30 sin 30 sin 30 1/2. sin 90 1 ആണ് π/2. cos 90 sin 91 cos 90 is 0. cos 90 is 0. Then tan 90 not defined. അതും അറിഞ്ഞിരിക്കണം. tan 90 important ആണ്. tan 90 not defined. ടേബിൾ എഴുതുമ്പോൾ ഞാൻ പ്രാധാന്യം കൂടുതലുള്ള ആളുകൾ. sin 0 0 cos 0 1 sin 0 0 cos 0 1. Then another tan 60 tan 60 √3. അപ്പൊ tan 30 എന്ന് പറഞ്ഞാൽ അയാളുടെ റെസിപ്രോക്കൽ 1/√3. ഈ അറിവുകളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് പടാന്ന് വരേണ്ട കാര്യങ്ങളാണ്. എപ്പോ ചോദിച്ചാലും നമുക്ക് പറയാൻ സാധിക്കണം. ആ ടേബിളിനകത്ത് റിലേഷൻ ഉള്ള ആളുകളാണ് ഞാൻ എഴുതിയതും അതുപോലെ എപ്പോഴും ഉപയോഗിക്കേണ്ട ആളുകളെയുമാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. sin 30 cos 60 എപ്പോഴും തുല്യമായിരിക്കും. sin 60 cos 30 എപ്പോഴും തുല്യമായിരിക്കും. sin 45 cos 45 എപ്പോഴും തുല്യമായിരിക്കും. tan 45 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. sin 90 1 ആണെങ്കിൽ cos 90 0 ആണ്. sin 0 0 ആണെങ്കിൽ cos 0 1 ആണ്. tan 90 നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. tan 60 എന്ന് പറയുന്ന √3 ആണെങ്കിൽ tan 30 എന്ന് പറയുന്ന 1/√3 ആയിരിക്കും. ഇത്തരത്തിലുള്ള അറിവുകൾ നിർബന്ധമായും നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. ബാക്കി റിസൾട്ട്സുകളൊക്കെ നിങ്ങൾ പകർത്തിയെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പേജ് നമ്പർ 57 NCERT ടെക്സ്റ്റ് എഴുതിയെടുക്കുക. ഒന്ന് പഠിച്ചേരെ. യെസ് സർ. വേഗം പഠിക്കൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ മക്കളെ? വീഡിയോ ഓണാക്കി ഒന്ന് കാണട്ടെ. വീഡിയോ ഓണാക്കൂ. പഠിച്ചു കഴിഞ്ഞോ? ഒന്ന് അത്യാവശ്യ കാര്യങ്ങൾ എല്ലാവരും ഉഷാറായിക്കോട്ടെ. ഒരു 2 മിനിറ്റ് കൂടി തരാണ് ഞാൻ.
ഞാൻ ഈ ചാപ്റ്റർ പതുക്കെ എടുക്കുന്നുള്ളൂ. സ്പീഡ് കൂട്ടണോ? വേണ്ട സർ. വേണ്ട സർ. മതി. മനഃപൂർവ്വം പതുക്കെ റിലാക്സ് ആകണ്ട. കാരണം ഈ ചാപ്റ്റർ ഒക്കെ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഭയങ്കര പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പതുക്കെ പോവാണ്. പിന്നെ പഠിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ? നിർബന്ധം എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. ഓക്കെ. പിന്നെ നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു എക്സാം നടത്തണം. നമ്മള് 3 ചാപ്റ്റർ മാത്തമാറ്റിക്സിന്റെ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? 3 ചാപ്റ്ററിന്റെയും ഒരു എക്സാം ഉണ്ട്. നിങ്ങൾ മൺഡേക്ക് റെഡി ആവട്ടെ. മൺഡേ രാവിലെ ക്ലാസ് ഉണ്ടാവും. സമയം പറയാം, എക്സാമിനേഷന്റെ ടൈം പറയാം. നോട്ട്ബുക്കിൽ എഴുതി വെച്ചോ എല്ലാവരും. മൺഡേ എക്സാം. ചാപ്റ്റർ പിടിച്ചോ. ചാപ്റ്റർ ബൈനോമിയൽ തിയറം എഴുതിക്കൂടാ, മറക്കണ്ട. മൺഡേ എക്സാം ആണ്. ബൈനോമിയൽ തിയറം, ലീനിയർ ഇനീക്വാലിറ്റീസ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ബൈനോമിയൽ തിയറം, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ലീനിയർ ഇനീക്വാലിറ്റീസ്, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇടത്തോടത്തോളം വരെയുള്ള ട്രിഗണോമെട്രിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മൺഡേ എക്സാമിനേഷന് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ പേപ്പർ നിർബന്ധമായും തരും. അപ്പൊ നിങ്ങൾ ചുമ്മാ പരീക്ഷ എഴുതിയിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ നോക്കിക്കുന്ന ഒരു സിസ്റ്റം ഇല്ല. നിർബന്ധമായിട്ടും അതാത് സെന്ററുകളിൽ ട്യൂസ്ഡേ ഓർ വെനസ്ഡേ വിട്ട് പോകാൻ പാടില്ല. ട്യൂസ്ഡേ ഓർ വെനസ്ഡേ കൊടുക്കണം. ഇപ്പോ ട്യൂസ്ഡേ എത്തിക്കുന്ന ആൾക്കാർക്ക് വെനസ്ഡേ ആകുമ്പോഴേക്കും നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, മൺഡേ എക്സാം ആണ്. എക്സാം കഴിഞ്ഞിട്ട് അതാത് സെന്ററുകളിൽ ട്യൂസ്ഡേ നിർബന്ധമായിട്ടും എത്തിക്കുക. അതാത് സെന്ററുകളിൽ എത്തിക്കുക. ലോങ് ടൈമിലെ കുട്ടികൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. അതാത് സെന്ററുകളിൽ എത്തിക്കുന്നു, പിറ്റേ ദിവസം മേടിക്കുക. പിന്നെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള നൈബേഴ്സ് ഉണ്ട്. നിങ്ങൾക്കല്ല, നിങ്ങളുടെ അയൽവക്കത്തൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ തരാം. ആ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം. വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് നമ്പർ തരാം. കൊടുങ്ങല്ലൂർക്ക് അയക്കേണ്ട നമ്പർ തരാം, ഓരോരോ സ്ഥലങ്ങളിലേക്ക് അയക്കേണ്ട നമ്പർ തരാം. അതിലേക്ക് നിങ്ങൾ അയക്കാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. അപ്പൊ ആരൊക്കെയാണ് വരാൻ സാധിക്കാത്തതെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയണം. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നിങ്ങൾക്ക് മാർക്ക് അറിഞ്ഞിരിക്കണം. പരീക്ഷ എടുത്തിട്ട് മാർക്ക് തരാണ്ടിരിക്കാൻ പറ്റില്ല. പരീക്ഷ എടുത്ത മാർക്ക് കിട്ടണം, നിർബന്ധമാണ്. അപ്പോ നിർബന്ധം എന്ന് പറഞ്ഞാൽ നിർബന്ധം, നിങ്ങളുടെ അവകാശമാണ് പരീക്ഷ എഴുതിയാൽ മാർക്ക് അറിയേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ തന്നെ പേപ്പർ നോക്കി അത് ശരിയാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സെന്ററിലേക്ക് പേപ്പർ എത്തിച്ചാൽ കറക്റ്റ് ആവും. ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ആണെങ്കിൽ അവർക്ക് മറ്റു മാർഗങ്ങൾ നൽകുന്നതാണ്. ഓക്കെ, എഴുതി ചോദ്യം എഴുതിക്കോ കേട്ടോ. എടുത്തത് വരെയാണ് മൺഡേ എക്സാം. പറഞ്ഞോ. ഫുൾ പോർഷൻ ഉണ്ടാവില്ലേ? ഫോക്കസ് ഏരിയ മാത്രമല്ല, ഫുൾ പോർഷൻ ഇല്ലേ? അല്ല, ഫോക്കസ് ഏരിയ എന്റെ പൊന്നു മക്കളെ ഒറ്റ കാര്യം ആലോചിക്കാം. ഇപ്പൊ ഫോക്കസ് ഏരിയ നിങ്ങൾ എന്താ വെച്ചാൽ പഠിച്ചോളൂ. ഫോക്കസ് ഏരിയ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആ പേപ്പർ സാധാരണ രീതിയിലുള്ള ഒരു പരീക്ഷയാണ് ഇടാം. ഫോക്കസ് ഏരിയ അല്ലാതെ നിങ്ങള് അങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല. നോ കമന്റ്സ്. ഓക്കെ, then Monday exam. Okay, then questions. ഫോക്കസ് ഏരിയ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാല് സബ്ജക്ട് ഡെപ്ത് കുറഞ്ഞു പോകും. അപ്പൊ എല്ലാം പഠിച്ചോളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാ. ഞാൻ പറഞ്ഞില്ലേ, നോ കമന്റ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ കൂടെ പദ്ധതിക്കരുത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾക്ക് കടക്കാൻ ശ്രദ്ധിക്കാം. Prove that sin square pi by 6 plus cos square pi by 3, sin square pi by 6 plus cos square pi by 3 minus tan square pi by 4 equal to -1/2 എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ ഒന്ന് തെളിയിച്ചോ. ചോദ്യം പ്രൂവ് ദാറ്റ് തന്നെ. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനിൽ പ്രൂവ് ദാറ്റ് ഉണ്ട്. തന്നെ ഒന്ന് ചെയ്തോളൂ.
വീഡിയോ ഓൺ ആക്കിയാലേ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഓക്കെ, LHS ഈക്വൽ ടു ശ്രദ്ധിക്കാം. അപ്പോ LHS വരുന്നത് sin സ്ക്വയർ പൈ ബൈ 6 cos സ്ക്വയർ പൈ ബൈ 3 മൈനസ് tan സ്ക്വയർ പൈ ബൈ 4. sin സ്ക്വയർ പൈ ബൈ 6 അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ? 1/2 ആണ്. 1/2 ഹോൾ സ്ക്വയർ. cos സ്ക്വയർ പൈ ബൈ 3 ആൾസോ 1/2 ഹോൾ സ്ക്വയർ. tan സ്ക്വയർ പൈ ബൈ 4 1 സ്ക്വയർ. tan പൈ ബൈ 4 ഹോൾ സ്ക്വയർ 1/4 പ്ലസ് 1/4 മൈനസ് 1 എന്ന് 1/4 അവിടെ കിട്ടുന്ന ആൻസർ 2/4 മൈനസ് 1. 2/4 മൈനസ് 1 ഞാൻ അങ്ങോട്ട് കയറി 2/4 വേണമെങ്കിൽ തിരിക്കാം 1/2 2 അങ്ങോട്ട് കയറി 1/2 മൈനസ് 1 മൈനസ് 1/2. LHS equal to RHS, hence the proof. LHS equal to RHS, hence the proof. അതാത് അളവുകള് അവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ സംഭവിച്ചു. 1 - 2/1 എന്താ ആ ബോർഡിൽ എഴുതിക്കണേല് 1 - 2/1 എഴുതിക്കണം. 1 - 2/2 ആണ് കേട്ടോ. 1 - 2/2 becomes negative 1/2. LHS equal to RHS. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതിലുപരിയായിട്ട് ഈ എക്സർസൈസ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ ഭാഗത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരും എന്ന് ഉറപ്പ് തന്നെയാണ്. ഓക്കെ, വേഗം എഴുതാം. കഴിഞ്ഞ കുട്ടികൾക്ക് ഈ ചോദ്യം മാത്രമേ എഴുതുള്ളൂ. കഴിഞ്ഞ കുട്ടികൾ ചോദ്യം എഴുതിയെടുത്തുള്ളൂ. 2 sin square pi by 6. 2 sin square, prove that. 2 sin square pi by 6. 2 sin square pi by 6 plus cosec square 7 pi by 6 cos square pi by 3 equal to cos square pi by 3 equal to 3/2. 2 sin square pi by 6 2 sin square pi by 6 plus cosec square 7 pi by 6 cos square pi by 3 equal to 3/2. ശ്രദ്ധിക്കാം, ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം പറയുന്നത് ഇതാണ്. സ്ക്വയർ 7 pi by 6 ഇതറിയാൻ പറ്റും. cosec സ്ക്വയർ 7 pi by 6 ഞാൻ ഇങ്ങനെ മാറ്റി cosec 7 pi by 6 എന്ന്. അപ്പൊ പ്രോബ്ലത്തിൽ ഇവിടെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് cosec 7 ബാക്കി പറയാട്ടോ, ഞാനൊരു എളുപ്പവഴി പറയാണ്, ഷോർട്ട് കട്ട്. 7 വലുതാണ്, ഡിനോമിനേറ്ററിനേക്കാളും വലുതാണ്. അപ്പൊ പൈ വെച്ചൊന്ന് ആഡ് ചെയ്ത് നോക്കാം. cosec പൈ വെച്ചൊന്ന് ആഡ് ചെയ്ത് നോക്കാം. പൈ പ്ലസ് ഇനി 7 ടിക്കറ്റ് വെച്ചേക്കാം. മൈൻഡ് ചെയ്യില്ല, നമ്മള് സഹായിച്ച ആളാ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യില്ലല്ലോ. അപ്പൊ 7 ടിക്കറ്റ് പുള്ളിനെ മൈൻഡ് ചെയ്യില്ല. ഇനി pi by 6 മാത്രമേ ഉള്ളൂ. pi plus pi by 6 cosec pi plus pi by 6 ഒന്ന് നോക്കിയത് 6 pi plus pi 6 pi plus pi 7 pi by 6 cosec 180 plus theta എന്ന് പറഞ്ഞാൽ 180 plus theta മൈനസ് cosec മൈനസ് ആണ് തേർഡ് ക്വാഡ്രന്റ്. pi plus എന്നാ പറഞ്ഞത്, pi plus തേർഡ് ക്വാഡ്രന്റ് മൈനസ് cosec pi by 6 equal to 2 ആണ്. 2 എന്നാണ് കേട്ടോ, -2 മൈനസ് ഉള്ളതുകൊണ്ട് -2 cosec pi by 6 2 ആണ്. sin pi by 6 1/2 ആണെങ്കിൽ cosec 2 ആണ്. ഒരിക്കൽ കൂടി പറയാണ്, cosec 7 pi by 6 ന്റെ റീഡിംഗ് അനായാസം കാണുവാനായി 7 pi by 6 7 എന്ന് പറയുന്ന നമ്പർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ്. അപ്പൊ cosec ഇവിടെ പൈ ഹെൽപ്പിംഗ് ആംഗിൾ ആയിട്ടുള്ള പൈനെ കൂട്ടുപിടിച്ചു. pi plus pi by 6 ചെറിയൊരു ബോർഡ് ഉണ്ടാവും. pi plus pi by 6 ഞാനിങ്ങനെ ക്രോസ് ചെയ്താൽ കിട്ടുന്നു. പിന്നെ അവിടെ 7 എഴുതാൻ പാടില്ല കേട്ടോ. 6 pi plus pi 7 pi by 6 ആണ്. നമുക്കറിയാം ഇതൊരു തേർഡ് ക്വാഡ്രന്റിലാണ് എന്ന് വളരെയധികം വ്യക്തമാണ്. ഇപ്പോൾ cosec pi plus theta becomes minus cosec theta. It is a third quadrant. pi plus എന്ന് minus cosec pi by 6 എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. minus cosec pi by 6.
your answer is LHS equal to 2 into sin square pi by 6. Sin pi by 6 നമുക്ക് അറിയാവുന്നതാണ് 1/2 whole square ആണ്. ഇപ്പോൾ cosec square ആണ് വന്നിരിക്കുന്നത് -2 whole square into cos square pi by 3 നമുക്കറിയാം 1/2 whole square ആണ് എന്നറിയാം. 2 into 1/4. 2 into 1/4 plus -2 whole square 4 into 1/4. 4 cancel. 1/2 plus 1 cross. 1 plus 2/2 3/2. LHS equal to RHS hence. LHS equal to RHS hence. വീഡിയോ ഓൺ ആക്കിയാൽ സന്തോഷമായിരിക്കും. വീഡിയോ ഓൺ ആക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. അതെ മറ്റു കുട്ടികൾ ക്ലിയർ ആണ് സാർ. ഗേൾസ് ഒക്കെ ഒന്ന് ഉഷാറാവൂ. ഗേൾസ് മക്കളെ ഒന്ന് മറുപടി നൽകും മക്കളെ. മൺഡേ എക്സാം ആണ്, അറിഞ്ഞില്ല എന്നൊന്നും നീ ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ. അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു, എന്നോട് ആരും പറഞ്ഞില്ലല്ലോ, അയ്യോ കഷ്ടമായി പോയി. അങ്ങനത്തെ വർത്തമാനങ്ങളൊന്നുമില്ല. നമുക്ക് സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. ധാരാളം എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് ധാരാളം മാർക്ക് കിട്ടും. പരീക്ഷ ഹാളിൽ വളരെ റിലാക്സ് ചെയ്ത് വളരെ കൂളായിട്ട് ടെൻഷനൊന്നുമില്ലാതെ എക്സാം വേഗം എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ മാറ്റി ചോദ്യം മാത്രമാക്കുന്നു. തന്നെ ചെയ്തോളൂ കേട്ടോ, തന്നെ ചെയ്തോളൂ, തന്നെ ചെയ്യാം. എഴുതിക്കോളൂ. പ്രൂവ് ദാറ്റ് cot square pi by 6 plus cosec 5 pi by 6 plus 3 tan square pi by 6 equal to 6 ആണ്. 5 by 6 equal to 6 ചെയ്യാം. കഴിഞ്ഞു സർ. ഓക്കെ കഴിഞ്ഞു സർ. ഓക്കെ ഗുഡ്. ശ്രദ്ധിക്കാം. ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് cosec 5 pi by 6 ആണ് അല്ലെ. cosec 5 pi by 6 ആണ്. അപ്പൊ cosec 5 pi by 6 നമുക്ക് എങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും? cosec 5 pi by 6 വീഡിയോ ഓണാക്കൂ. cosec 5 pi by 6 ഗൗതം ആൽവിൻ. cosec pi minus pi by 6. cosec pi minus pi by 6. ഇവിടെ 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറുതാണ്. ന്യൂമറേറ്റർ ചെറുതായിട്ട്, ഡിനോമിനേറ്ററിൽ നോക്കുമ്പോൾ ചെറുതാ. അപ്പൊ പൈ മൈനസ് എന്ന് അടിച്ചു നോക്കിയാൽ മൈനസ് സബ്ട്രാക്ട് ചെയ്തു. പൈ മൈനസ് പൈ ബൈ 6 അല്ലേ? 6 പൈ മൈനസ് പൈ 6 പൈ മൈനസ് പൈ 5 പൈ ബൈ 6. cosec പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെക്കൻഡ് ക്വാഡ്രന്റ് അല്ല. cosec പൈ ബൈ 6 cosec പൈ ബൈ 6 നമുക്ക് നല്ല നിശ്ചയമുള്ള അളവാണ്. cosec പൈ ബൈ 6 എന്ന് പറയുന്നത് 2 ആണ്. 2 അവിടെ 5 എന്ന് പറയുന്ന നമ്പർ സ്മോൾ ആണ് അല്ലെ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 5ഉം 6ഉം കമ്പയർ ചെയ്യുമ്പോൾ 5 ചെറുതാണ്. അപ്പൊ നമുക്ക് പൈ മൈനസ് എടുക്കാം. പൈ മൈനസ് പൈ ബൈ 6. ജസ്റ്റ് ഒന്ന് വെരിഫിക്കേഷനും കൂടി എപ്പോഴും ശ്രമിക്കണം കേട്ടോ. വെരിഫിക്കേഷൻ എപ്പോഴും ശ്രമിക്കണം. അപ്പോ 6 പൈ മൈനസ് 5 പൈ ആണ്. യുവർ ആൻസർ ഈസ് കറക്റ്റ്. then LHS equal to cot pi by 6. നല്ല പിടിയുണ്ട്. cot pi by 6 √3 ആണ്. √3 whole square അല്ലെ. tan pi by 6 1/√3 ആണ്. tan pi by 6 1/√3. അപ്പൊ cot taking reciprocal √3 whole square plus cosec 5 by 6 2 3 tan square pi by 6 1/√3 whole square 1/√3 whole square 1/√3 whole square 1/√3 whole square √3 യുടെ whole square 3 ആണ് plus 2 plus 3 into 1/√3 whole square 1/3. Your answer is 6. LHS equal to RHS hence the LHS equal to RHS hence the clear? Yes sir. Clear ആണ് സർ. Yes sir. Clear അല്ലേ? Mr. Hanshankar Kumar. Sir. Clear അല്ലേ? Okay.
മറ്റു കുട്ടികൾ ക്ലിയർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ prove that 2 sin square 3 pi by 2 sin square 3 pi by 4 plus 2 cos square pi by 4 2 cos square pi by 4 plus 2 sec square pi by 3 2 sec square pi by 3 equal to 10 2 sec square pi by 3 2 sec square pi by 3 equal to 10. Okay, പറപ്പിച്ചോ. സാർ സാർ ഞാൻ ലെഫ്റ്റ് ആയിക്കോട്ടെ, സ്കൂളിൽ എക്സാം ഉണ്ട്. ആരാണ് പേര്? റോസിയോ ഫ്രാൻസിസ്. എന്താ പറ്റിയ മോളെ? എക്സാം ഇപ്പൊ രാവിലെ 8 മണിക്കാണോ? സാർ +1 റിവിഷൻ ആണ് ഞങ്ങൾക്ക് എക്സാം. ആയിക്കോട്ടെ വേഗത്തിലായിക്കോട്ടെ. കഴിഞ്ഞു സാർ. മോനെ കിട്ടിയോ? യെസ് സാർ. യെസ്. ശ്രദ്ധിക്കാം. ലിസൺ. നിങ്ങൾക്ക് മൺഡേ മിക്കവാറും എക്സാം വൈകുന്നേരം ആയിരിക്കും, രാവിലെ ക്ലാസ് ആയിരിക്കും. മാത്സ് മാത്രമല്ല, കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും ബയോളജിയുടെയും എക്സാം ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഇങ്ങനെ എക്സാമുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന് മുമ്പ് ഒരു മോഡൽ എക്സാമും കൂടി ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ അപ്പൊ അതും കൂടി എഴുതിയിട്ടായിരിക്കണം പോകേണ്ടത്. മാർക്ക് ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മൾ എടുക്കുന്നത് കൃത്യമായിട്ട് പഠിച്ച ഫുൾ മാർക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ 100% പക്ഷെ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഈ 10ാം ക്ലാസ് പോലെയല്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സ്റ്റോപ്പായി നിൽക്കും. അതാണ് എഴുതി പഠിക്കണം എന്ന് പറയുന്നത്. ലെങ്തി ഉണ്ട്, ചില പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എഴുതി പഠിച്ചേ പറ്റൂ. വീഡിയോ ഓൺ ആക്കിക്കോ, ഒന്ന് കാണട്ടെ എല്ലാവരും. ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാ, ചുമ്മാ ഒരു സന്തോഷം മനസ്സിന്. എന്തൊരു സന്തോഷമായി ഹരിശങ്കറിന്റെ ഒക്കെ മുഖം കണ്ട. വിഷ്ണുപ്രിയ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഫുൾ ടൈം പഠനമാണോ വിഷ്ണുപ്രിയ വീട്ടില്? അല്ല, കൊറേ ക്ലാസ് ഇല്ലേ. ക്ലാസ് ഒക്കെ 3 മണിയാകുമ്പോ കഴിയുള്ളൂ. രാവിലെ തുടങ്ങിയ 3 മണിയാകുമ്പോ കഴിയുള്ളൂ അല്ലെ? ഓൺലൈൻ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കേട്ടിരുന്ന് സന്തോഷാണോ ദുഃഖാണോ? മടുത്തു അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. മടുത്തു എന്ന് പറയാൻ പറ്റില്ല, കാരണം വേറെ മാർഗമില്ലല്ലോ നമുക്ക്. അതാണ് പ്രശ്നം. പൂജ സുരേഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓൺലൈൻ വിദ്യാഭ്യാസം. മടുത്തു. എന്നോട് പറഞ്ഞു ഇതാണ് അവനിഷ്ടായത്, ധാരാളം സമയമുണ്ട്, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാന്നൊക്കെയാണ് അവൻ പറയുന്നത്. ശരിയല്ലേ? പുതിയ മൊബൈൽ മേടിച്ചു, എന്തോ കളിക്കാൻ സമയം കിട്ടുന്നുണ്ടോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞില്ലേ? ഓൺലൈൻ ക്ലാസ് ഇഷ്ടമൊന്നുമല്ല, സമയം കിട്ടുന്നുണ്ട് സ്കൂളിൽ തന്നെ കുറെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഓഫ്ലൈൻ തന്നെയാണ് നല്ലത് അല്ലെ? ഓഫ്ലൈനാണ് നല്ലത്. നമ്മൾ എത്രയോ നേരം ഈ മൊബൈലും പിടിച്ചിങ്ങനെ ഇരിക്കുക, വേറെ ഒരു രക്ഷയില്ല. ഈ വർഷം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആവില്ല മിക്കവാറും, പറയാൻ പറ്റില്ല. ഡിസംബറിലൊക്കെ ഓപ്പൺ ആവുകയായിരിക്കും വിചാരിക്കാം, അറിയില്ല. എന്തായാലും നിങ്ങളുടെ +2 എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് ആരെയും കാണാതെ സ്കൂളിൽ പോവാതെ കഴിഞ്ഞു പോകാനല്ലേ? ഇന്നലെ 10ാം ക്ലാസ് ജയിച്ച പോലെ തോന്നുന്നുണ്ടാവും. അതെ. അപ്പൊ നോക്കാം, ഈ sin square 3π/4 sin 3π/4 എടുക്കണം. നോക്കിയേ, sin 3π/4 എന്ന് പറഞ്ഞാല് sin 3π/4 ഈ 3 എന്ന് പറയുന്ന നമ്പർ 3 എന്ന് പറയുന്ന സംഖ്യ ചെറുതാണ് അല്ലെ? ഡിനോമിനേറ്റർ നോക്കുമ്പോൾ ചെറുതാണ്. അപ്പൊ നമ്മളൊന്ന് മാച്ച് ചെയ്തു. sin pi minus pi/4 ശരിയല്ലേ? ഒന്ന് നോക്കി, ഇവിടെ 3 ഡിനോമിനേറ്ററിനെ അപേക്ഷിച്ച് ചെറുതായാണ് മൈനസ് കൂടും. എല്ലായ്പ്പോഴും ഇങ്ങനെ വരില്ല കേട്ടോ. ചിലപ്പോ 2π ഒക്കെ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഈ NCERT +1 അങ്ങനെ ഇല്ല, +2 ഉണ്ട്. +1 ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ. അപ്പോ 4π - π 3π. എപ്പോ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേരിഫിക്കേഷൻ വേണം. 4π - π 3π/4 വേരിഫിക്കേഷൻ മസ്റ്റ് ആണ്. sin π - π/4 it is a second quadrant sin π/4 1/√2 എന്നുള്ള ആൻസർ ആണ് കിട്ടിയത്.
1/√2 എന്നുള്ള ആൻസർ ആണ് അവിടെ കിട്ടുന്നത്. LHS ഈക്വൽ ആണ് അപ്പോൾ 2 into 1/√2 whole square. 2 into 1/√2 whole square plus 2 into 1/√2 whole square plus 2 into sec square pi by 3. 2 into 2 square. 2 into 2 square. 2 into 2 square. 2 into 2 square. Then your answer is 2 into 1/√2 whole square 1/2 plus 2 into 1/2 plus 2 square 4 into 2 8. Then answer is 10. Answer is 10. Answer is 10. LHS equal to RHS. LHS equal to RHS. LHS equal to RHS. Okay, clear alle makkale? Clear alle? Clear answer. Clear answer. Clear answer. Yes, yes. Very good. Then രണ്ട് പ്രോബ്ലം ഒന്ന് ഹോംവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഹോംവർക്സ് എഴുതിയിട്ടുള്ള മക്കളെ ഹോംവർക്ക് prove that 3 sin pi by 6 homework prove that 3 sin pi by 6 sec pi by 3 sin pi by 6 sec pi by 3 minus 4 sin 5 pi by 6 4 sin 5 pi by 6 cot pi by 4 cot pi by 4 equal to 1. അപ്പൊ ഇവിടെ sin 5 pi by 6 എന്താണെന്ന് കണ്ടുപിടിക്കും. അതിന്റെ ആൻസർ മാത്രം പറയാൻ, ബാക്കി തന്നെ ചെയ്യണം. ബാക്കി എല്ലാം അറിയാവുന്ന 5 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ sin pi minus 5 by 6 അല്ലേ? 6 pi minus 5 5 pi 6 pi minus 5 sin 5 by 6 sin 5 by 6 നല്ല പിടിയുണ്ട്. sin 5 by 6 180 by 6 30 180 by 6 30 1 by 2 എന്നാണ് ലഭിക്കുക. ബാക്കി ചെയ്യണോട്ടെ, ബാക്കി ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം find the value of sin 15 degree. അപ്പൊ അതിനെ ഹെൽപ്പിംഗ് ആംഗിൾ വെച്ച് sin 45 minus 30 അതൊന്ന് ചെയ്ത് നോക്കണം. sin 45 minus 30 എന്നുള്ള ആൻസർ ആണ് നമുക്ക് ലഭ്യമായത്. അതൊന്ന് പഠിക്കണം. ഇനി വീണ്ടും കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ മാത്രം ഒന്ന് എഴുതിയെടുക്കാം. again എഴുതിക്കോളൂ. സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇത് ആൻസർ അല്ല കേട്ടോ. sin 5 by 6 മാത്രം ഞാൻ ഉത്തരം എഴുതിയുള്ളൂ. 1/2 ഇത് നമുക്കറിയാം, ഇത് നമുക്കറിയാം, ഇത് നമുക്കറിയാം. ആൻസർ കിട്ടിക്കോളൂ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? എഴുതി കഴിഞ്ഞില്ലേ? വീഡിയോ എഴുതി കഴിഞ്ഞില്ലേ? യെസ് സർ, കഴിഞ്ഞു. ഓക്കെ, ഗുഡ്. then എഴുതിക്കോളൂ. സ്റ്റാൻഡേർഡ് റിസൾട്ട് വീണ്ടും sin 90 minus x കോംപ്ലിമെന്ററി ആണ്. sin 90 minus x cos x ആണ്. sin 90 minus x കോംപ്ലിമെന്ററി ആണ്. cos 90 minus x sin x cos 90 minus x sin x അറിയാം, വളരെ റയർ ആയിട്ടേ നമുക്ക് വരുന്നുള്ളൂ. sin 90 plus x cos x sin 90 plus x cos x sin 90 plus x cos 90 plus x minus sin x. ജസ്റ്റ് ഒന്ന് പഠിച്ചോളൂ കേട്ടോ, ഒന്ന് എഴുതി പഠിച്ചാൽ മതി. ജനറൽ റിസൾട്ടുകളാണ് sin 2pi minus x sin 2pi minus x minus sin x cos 2pi minus x cos x cos 2pi minus x cos x cos 2pi minus x cos x. Then next question എഴുതിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിസൾട്ട് ഒക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. sin pi by 2 minus x ഒക്കെ പഠിച്ചതാണ് പണ്ട്. CBSE കുട്ടികളൊക്കെ 10th പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റുകാരും പഠിച്ചിട്ട് കാണണം. അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാണ്. എഴുതി കഴിഞ്ഞില്ലേ? എഴുതിയെടുത്തില്ലേ ഗൗതം ആൽവിൻ? യെസ് സർ. ഗൗതം ആൽവിൻ. ഓക്കെ, ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. if cos x equal to -3/5 if cos x equal to
negative 3/5. X lies in the third quadrant. X lies in the third quadrant. X lies in the third quadrant. Find the values of other 5 trigonometric functions. Find the values of other 5 trigonometric functions. Video on question is, if cos x equal to minus 3/5, x lies in the third quadrant, find the values of other 5 trigonometric functions. Trigonometric functions. Well, ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തന്നെ വിചാരിക്കണം കേട്ടോ നിങ്ങൾക്ക് പഠിക്കണമെന്ന്. പല കുട്ടികളും ഇപ്പൊ മറുപടി പറഞ്ഞ എന്താണ്, എനിക്ക് മടുത്തു, എനിക്ക് ക്ലാസ് മടുത്തു, ഫുള്ള് ഓൺലൈനായിട്ട്. അപ്പൊ തലവേദന, അങ്ങനെ ചെറിയ ചെറിയ എക്സ്ക്യൂസുകൾ പറയും. പാരന്റ്സ് ഹെൽപ്ലെസ് ആയി പോവും. കൊച്ചു പറയാണ്, പഠിക്കാൻ പറയുന്ന സമയത്ത് കൊച്ചു പറയാണ്, അമ്മ ഇത്രയും നേരം 3 മണി വരെ ഞാൻ പഠിക്കുന്നത് അമ്മ കാണുന്നില്ലേ മൊബൈലില്? ഞാൻ എത്രമാത്രം സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, എന്റെ കണ്ണുകൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി അവകാശം ഇല്ല ഈ ഒരു മാസം. കാരണം നിങ്ങളുടെ ഹയർ സെക്കൻഡറിയുടെ ബോർഡ് എക്സാമിനേഷൻ ആണ് സെപ്റ്റംബർ വരുന്നത്. അപ്പോ അവർക്ക് +2ന്റെ ക്ലാസ്സും എടുക്കേണ്ട ആവശ്യകതയുമുണ്ട് സ്കൂളിൽ. അപ്പോ അത് നടന്നോട്ടെ, സ്കൂളിലുള്ളത് നടക്കാം. എന്നിട്ട് നമ്മൾ 3 മണിക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഉഷാറായി റിലാക്സ് ആയി കാപ്പിയൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് പഠിക്കാനിരിക്കണം. മനസ്സിനോട് പറഞ്ഞേരെ, സാരില്ല ഈ ഒരു മാസല്ലേ, കുഴപ്പമില്ല എന്ന് മനസ്സിനോട് പറഞ്ഞ് റെഡിയാക്കി വെച്ചോളൂ മനസ്സിനെ കേട്ടാ. അല്ലാതെ വീട്ടുകാര് പഠിക്കാൻ പറയും, എല്ലാവരും പഠിക്കാൻ പറയും. അപ്പൊ വേറെ ഒന്നും പറയണ്ട, അങ്ങ് പഠിച്ചേക്കെ. ആ, വെരി ഗുഡ്. നീരജൊക്കെ ഫുൾ ടൈം പഠനാണോ? 20 മണിക്കൂറും പഠനാണോ? അല്ല സാർ. എന്താണ് എന്റർടൈൻമെന്റുകള്? സാർ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല സാർ. സിനിമ കാണോ? ഇല്ല, സിനിമ കാണാറില്ല. ഇല്ല. ഇപ്പൊ തിയേറ്റർ അടച്ച കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും തിയേറ്ററിൽ പോകാൻ പറ്റില്ല അല്ലെ? ആ സർ. അവസാനം തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാണ് നീരജ്? അത് മാസ്റ്റർ കഴിഞ്ഞിട്ട് വേറെ ഒരു മലയാള പടത്തിന് പോയിരുന്നു സർ. ഏത് സിനിമ? ഭാസ്കറോ? മാസ്റ്റർ. മാസ്റ്റർ. ഓക്കെ. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. ശ്രദ്ധിക്കാം. cos x equal to -3/5. cos x equal to -3/5. X lies in the third quadrant. തേർഡ് ക്വാഡ്രന്റിലെ ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ആവുന്നുള്ളൂ, ബാക്കി ആളുകളൊക്കെ നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സഹായത്താൽ വളരെ സ്പീഡിൽ കാര്യങ്ങൾ തീർക്കുന്നു. ABC, ഇത് തീറ്റ, ഇവിടെ ഇത് കൊടുത്തു. അപ്പൊ ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇത് അഡ്ജസന്റ്, ഇത് ഓപ്പോസിറ്റ്, ഇത് അഡ്ജസന്റ് അല്ലേ? ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്. cos x 3/5. അപ്പൊ ഓപ്പോസിറ്റ് നല്ല നിശ്ചയമായി കഴിഞ്ഞു. ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞു. എന്തായിരിക്കും ഓപ്പോസിറ്റ് വരാം? √5² - 3² 4 എന്ന് കിട്ടി. 4 അല്ലെ? 25 - 9 √16 4. √16 4 എന്ന് കിട്ടി. അതായത് BC equal to 4. മനസ്സിൽ പറയാവുന്നല്ലോ അല്ലെ? മനസ്സിൽ ചെയ്യാവുന്നല്ലോ അല്ലെ? ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് മൈനസ് ഹൈപ്പോട്ടന്യൂസ്. Then your answer is, it is the third quadrant. Other 5 trigonometric ratios are sin x equal to -4/5. You know that opposite sin pi hypotenuse. Cosec x also negative. Cosec x equal to, taking reciprocal, -5/5. Then cos x already തന്നിട്ടുണ്ട്, -3/5. Then sec x becomes -5/5. Then tan x opposite side by adjacent side. 4/3 പോസിറ്റീവ് ആണ്. 4/3 പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ അതിനെ എഴുതേണ്ടത്. തേർഡ് ക്വാഡ്രന്റ് ആണ്. മറ്റു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ 4/3. cot x എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് റെസിപ്രോക്കൽ 3π. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലോ എന്ന് പറയുന്നത് സൊക്കാട്ടോ. Stoccato, S represented as sine.
OH, opposite side by hypotenuse. Car, cos, adjacent side by hypotenuse. Tau, tan, opposite side by adjacent side. Stoccato എന്ന് പറയുന്ന law നമ്മൾ ഇവിടെ യൂസ് ചെയ്യാം. S represented sign O by H. Adjacent side by hypotenuse. Tau എന്ന് പറയുന്ന opposite side by. Clear ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. Clear? Yes sir, clear ആണ്. Okay. Yes sir, clear ആണ്. Sir, ഇതിൽ ഇക്വേഷൻസ് വെച്ച് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ചെയ്താലും ഫുൾ മാർക്ക് കിട്ടില്ലേ? എന്തുവാ? ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ പ്രോബ്ലത്തിന്. വേണമെങ്കിൽ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇങ്ങനെ ചെയ്താലും ഫുൾ മാർക്ക് കിട്ടില്ലേ? ഇതല്ലേ എളുപ്പം? ചുമ്മാ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ തീരാവുന്ന കാര്യമല്ലോ. ഇത് എളുപ്പം. അടുത്ത ക്വസ്റ്റ്യൻ sin x equal to 3 by ഇങ്ങനെ എഴുതുള്ളൂ. Find the values of other 5 trigonometric functions. Find the values of other 5 trigonometric functions. Find the values of other 5 trigonometric functions. Sin x equal to. Find the values of other 5 trigonometric functions. Sin x equal to 3 by 5. Sin x equal to 3 by 5. X lies in second quadrant. X lies in second quadrant. X lies in second quadrant. Sorry. പറഞ്ഞോ. ലെഫ്റ്റ് ആയിക്കോട്ടെ ക്ലാസ്. ആരാണ് പേര് പറഞ്ഞേ? യാസി. വീഡിയോ ഓണാക്കി പോടാ. വീഡിയോ ഓണാക്ക്. എന്താണ് ഫോണെന്താ? ക്ലാസ് എപ്പോഴാ? സമയം 8:30. ക്ലാസ് എടുത്ത് കൊടുക്കണേ. ഞങ്ങൾ ക്ലാസ്സിൽ ഗ്രൂപ്പായി തിരിച്ചിട്ടേ. അപ്പൊ അത് നോക്കാനുണ്ടായിരുന്നു. 8:30 ഒരു 5 മിനിറ്റ് കൊണ്ട് ഇരിക്കേ. 8:12 ആയിട്ടുള്ളൂ. 8:22 ആവുമ്പോ പൊക്കോ. ഓക്കെ ശരി. Okay. Sin x equal to 3 by 5. Sin x equal to 3 by 5 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. Sin x equal to 3 by 5. അപ്പൊ അവിടെ നോക്കാം നമുക്ക്. Sin x equal to 3 by 5. A, B, C. This is hypotenuse. Hyper 5, opposite 3. Adjacent understood ആണ്. Adjacent root of 5 square minus 3 square. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലെ sin x 3 by 5. അപ്പോ അയാളുടെ ഓപ്പോസിറ്റ് ആയ cosec x 5 by 3. ഇത് x ആണ്. 5 by 3. 5 by 3 taking reciprocal. Second quadrant sin and cosec are positive. Sin and cosec are positive. Cos x equal to negative 4 by 5. And sec x equal to minus 5 by 4. Taking reciprocal. Tan x equal. Tan x ഓർമ്മയിൽ ഉണ്ടാവണം. Tan x. Opposite 3 by 5. Minus 3 by 4 and cot x. Minus 4 by 3. Minus 4 by 3. Minus 4 by 3. ഈസി ആയിട്ട് കിട്ടി കഴിഞ്ഞിരിക്കുന്നു. അല്ലേ? കിട്ടിയില്ലേ? കിട്ടി സാർ. അഹമ്മദ് യാസിനെ 8 മിനിറ്റ് കൂടി തുടരണം. ഓക്കെ. പറഞ്ഞത് ഇനി അവൻ അടുത്ത ക്ലാസ്സിൽ അവൻ തന്നെ സ്കിപ്പ് ആവും. ഓക്കെ. അടുത്ത ഹോംവർക്ക് എഴുതിക്കുള്ള ഹോംവർക്ക് മാച്ചോട്ടെ മക്കളെ, മാച്ചോട്ടെ. Yes sir. Then cos x equal to negative 1 by 2. Cos x equal to negative 1 by 2. X lies in the third quadrant. X lies in the third quadrant. Third ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ആകുന്നുള്ളൂ. Cot x equal to 3 by 4 എന്നാണ്. Cot x equal to 3 by 4 എന്ന് തരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ tan x ഉണ്ടാവും. Tan x എന്ന് പറയുന്നത് 4 by 3 ആണ്. ഞാനത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി മാറ്റിയതാണ്. X lies in third quadrant. X lies in the third quadrant. Same third quadrant. Sec x equal to 13 by 5. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലായിട്ട് cos x 5 by 13 നിങ്ങൾക്ക് എളുപ്പത്തിലാക്കാൻ വേണ്ടിട്ടാക്കിയതാണ്.
X lies in fourth quadrant. X lies in fourth quadrant. Fourth quadrant. 13 by 5 taking reciprocal 5 by 13. 5 by 13. X lies in fourth quadrant. Fourth quadrant becomes cos theta and sig theta is always positive. It's always positive. Sir, the homework എന്തുവാ ഇത് കേൾക്കുന്നില്ല. ഇത് ഹോംവർക്ക്. ആ ഹോംവർക്ക് ഒരെണ്ണം കൂടി എഴുതാം. Then tan x equal to minus 5 by 12. Tan x equal to minus 5 by 12. ഹോംവർക്സ് തരുന്നത് നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Tan x equal to minus 5 by 12. X lies in second quadrant. 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 Cot x equal to minus 5 by 12. Tan x minus 12 by 5. അത് തന്നിട്ടുണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തരുന്നതാണ്. X lies in second quadrant. 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 Avani okay? Avani TA ഇതുവരെ okay ആണോ? Avani Okay sir. Abhinav Shaijo Abhiram VS Abhirami PA. Okay sir. Adil Krishna Adinanda MR Adityan K Afif Ahmad Yazin Poikolo Ahmad Yazin no problem Poikolo. Okay sir. Aileen Jacob. Yes sir. Aishwarya Raj MR. Yes sir. Ajit മോനെ okay ആണോ? Ajmal Shah Al Shafan. Okay sir. Altaf yes, Mr. Altaf. Alberto Baiju Alina PV. Okay sir. Alvin George. Okay sir. Amal Manikantan. Okay sir. Annette Jacob. Okay sir. Angela Praveen C. Okay sir. Anjali Tony. Okay sir. Anjali Anil Kumar. Okay sir. Anna. Okay sir. Ansia MA. Ansia തകർത്ത് എഴുതിച്ചുള്ള Ansia MA B batch ആണ്. 113 എന്നൊക്കെ ഉണ്ട്. കോഡൊക്കെ ഉണ്ട് അൻസിയക്ക്. ക്രിസ്റ്റി ജോൺസൺ. Okay sir. ഡിയോൺ ഡേവിസ്. Okay sir. എന്റെ ഡിയോണെ, നിന്നെ നേരത്തെ വിളിച്ചപ്പോ നീ എവിടെയായിരുന്നു? ചായ കുടിക്കാൻ പോയായിരുന്നു അതിനിടയില്? ദേവിക മോൾ. ദൃശ്യ MD. ദൃശ്യ പ്രദീപ് M. Okay sir. Okay good. Fida Fatima. Yes sir. Fauzia. Okay good. Fauzia Patu. Gautam Alvin. Okay sir. Gauri Krishna. Okay sir. Nadia. Okay sir. Mr. Harishankar S. Nair. Okay sir. Hasbia. Okay sir. Lakshmi Priya KS. Okay sir. Misbah. Okay sir. Muhammad Irfan. Okay sir. Muhsin NH. Okay sir. Mugil PS. Okay sir. Nadeed. Okay sir. Nadia. Okay sir. എന്താണ് ഡിലേ? ഭയങ്കര ഡിലേ അല്ലെങ്കിൽ ചാടിക്കേറി വർത്തമാനം പറയാറുണ്ടല്ലോ. എന്താണ് ഡിലേ നാദിയ? അത് ഞാനേ മൈക്ക് ഓൺ ആക്കണേ മുമ്പ് പറഞ്ഞു. ഓക്കെ. നഫീസത്തുൽ മിസ്രിയ. Okay sir. നവ്യ KB നയന. Okay sir. നീരജ്. Okay sir. നിരഞ്ജൻ. Okay sir. നേഹ രതീഷ്. നിസാറുൽ ഫൈസ്. നിയ നാസർ. പാർവതി KP. Okay sir. പൂജ സുരേഷ്. Okay sir. വൈഫൈ മറ്റേ സംഭവം മേടിച്ചു വെച്ചോളൂ. കറണ്ട് പോയെന്ന് പറയാൻ പാടില്ല ഇനി. ഓക്കെ.
പ്രജീഷ് KP. ഓക്കെയാണ് സാർ. പ്രണവ് കൃഷ്ണ. ഓക്കെയാണ് സാർ. രാഹുൽ PS. ഓക്കെയാണ് സാർ. റയ്യ ബഷീർ. ഓക്കെയാണ് സാർ. സഫ. സന ഫാത്തിമ. സന മോൾ. ഷഹീന നസ്രീൻ. ഓക്കെയാണ് സാർ. ഷിഫാന സുബൈർ. ഓക്കെയാണ് സാർ. ഷിൻസി ബർണാഡ്. ഓക്കെയാണ് സാർ. സ്റ്റിയൻ. ഓക്കെയാണ് സാർ. ടെർന ഡെനി. വിഷ്ണുപ്രിയ. ഓക്കെയാണ് സാർ. ഓക്കെ. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മക്കളെ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് എക്സർസൈസ് 3.3 പ്രോബ്ലംസ് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫോക്കസ് ഏരിയയിലെ പ്രോബ്ലംസ് തന്നെയാണ്. അത് ഫോക്കസ് ഏരിയ തന്നെയാണ്. ഇത് ഫോക്കസ് ഏരിയ. ഞാനും ഫോക്കസ് ഏരിയ നോക്കിയ ആൾ തന്നെയാണ്. പക്ഷെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോ അത് ഫോക്കസ് ഏരിയയുടെ കൂടുതൽ ഫോക്കസ് തന്നെ ചെയ്യുന്നുണ്ട് നമ്മൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് ലഭ്യമാകും. അപ്പോ ആ പ്രൂവ് ദാറ്റ് നിങ്ങൾക്ക് മാക്സിമം എടുക്കാവുന്നവർക്ക് തന്നെ മാക്സിമം തന്നിട്ടുണ്ട്. ചുമ്മാ ഫോർമുല ഉപയോഗിച്ചുള്ള ഒരു തരം പ്രത്യേകതരം കളികളാണ്. അതിന്റെ ഹോംവർക്കും നിങ്ങൾക്ക് ലഭ്യമായി. അതിനുശേഷം നമ്മൾ റീഡിങ്സിൽ അല്ലെ ഹെൽപ്പിംഗ് ആംഗിൾ വെച്ചിട്ടുള്ള പ്രൂവ് ദാറ്റിലേക്കാണ് പ്രവേശിച്ചത്. അപ്പൊ അതിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനകത്ത് സൂക്ഷിക്കാനായിട്ട് sin 30 cos 60 ഈക്വൽ ആണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നു. അതിനുശേഷം അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒരു റീഡിങ് തന്നാല് മറ്റ് അതർ 5 അല്ലെങ്കിൽ അതർ 6 കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. നാളെ നിങ്ങളുടെ ക്ലാസ് കെമിസ്ട്രി ആണ്. തോമസ് സാറിന്റെ കെമിസ്ട്രി ആണ് നാളെ നിങ്ങൾക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാം. മാത്തമാറ്റിക്സ് അടുത്ത ക്ലാസ്സിൽ ട്രിഗണോമെട്രിയുടെ ചോദ്യം ഞാൻ ചോദിക്കും. അപ്പോ മാത്തമാറ്റിക്സിന്റെ എക്സാം പോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് എക്സാമും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഉഷാറാവുക. മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പോ ഓൺലൈൻ വിദ്യാഭ്യാസം തന്നെ നടക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ മടുപ്പിനെ, നമുക്ക് നല്ല മടുപ്പുണ്ടാവും. നമ്മുടെ മടുപ്പിനെ അതിജീവിച്ച് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ആദ്യ വിജയം നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആദ്യ വിജയം നേടാനായിട്ട് സാധിക്കുകയും അതുമൂലം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വർദ്ധിക്കുകയും +2 100% മാർക്കിലേക്ക് നിങ്ങൾക്ക് സാധിക്കും. എടുത്തു പറയേണ്ട പ്രത്യേകത, നോ ഇംപ്രൂവ്മെന്റ് എക്സാം, ഓൺലി 1 ചാൻസ്. ആ ചാൻസ് മാക്സിമം ഉപയോഗപ്പെടുത്താം. നല്ല രീതിയിൽ പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പൊ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.